Yeah, welcome anytime. ഹേ ഗൈസ് വെൽക്കം ബാക്ക് ടു സോളോ വ്ളോഗ്സ്. അപ്പോൾ നമ്മുടെ ഡെക്കാർ സീരീസിലെ ഡേ 2ന്റെ സെക്കൻഡ് പാർട്ടാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഹീറോ ടീമിന്റെ കൂടെ പോയിട്ട് അവർ ബെബോക്ക് വിസിറ്റ് നടത്തി കുറച്ച് റൈഡേഴ്സായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റി. അതുപോലെ തന്നെ എല്ലാവരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള നമ്മുടെ റാലി 450 നമുക്ക് റിവ്യൂ ചെയ്യാൻ പറ്റി. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മലയാളി റൈഡർ ആയിട്ടുള്ള ഹാരിൻ നോവനെയൊക്കെ കാണാൻ പറ്റി. സോ ആ ഒരു വീഡിയോ ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ ദയവായിട്ട് ആ ഒരു വീഡിയോ ഫസ്റ്റ് കണ്ടതിന് ശേഷം ഈ ഒരു വീഡിയോ കാണാനായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ റൈഡേഴ്സിന് മീറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരാൾക്ക് എങ്ങനെ ഈ ഒരു ഡക്കാറിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് മറക്കണ്ട. അപ്പോൾ മോട്ടോർ സൈക്ലിംഗ് അഡ്വഞ്ചറൊക്കെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും നമ്മുടെ ഡക്കാർ സീരീസിലേക്ക് വൺസ് അഗൈൻ വെൽക്കം ഗൈസ്. I'm from India and I really appreciate and thank you for supporting. Like I'm from Hero Motorsports. Yes, so yes. You supported our rider. No problem at all. It's we're competitors, but we're family. So Yes, of course. That's the difference from other sport and Dakar. Yeah. So I really wish to have a photo with you. So suddenly I saw you and come here. Beautiful. No, we can definitely have She one said for you're sure. busy, but Yeah. Welcome anytime. Thank you, and you guys too. Yes. We have one guy in there that's putting some pressure. Rossi's good, and so he deserves some good results. And yeah, I love being around Rossi. He's a good man, and it's good. It's a result's going well so far, and fingers crossed for you guys. We can battle till the finish. This is the goal. So Yes, that is a goal. Yeah, we'll be good. But no, it's very awesome. Great to meet you all, and yeah, thank you for coming over. And like I say, hopefully one day we'll see you in India. Sure, definitely. Would be amazing. So We'd love to host you. appreciate it. Thank you very much. Thank you guys. Bye. Cheers. Ciao. ഡക്കാറിനെ പറ്റി അറിഞ്ഞ കാലം തൊട്ട് കേൾക്കുന്ന ഒരു പേരാണ് ടോബി പ്രൈസ് എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഡക്കാറിലെ ഒരു ലെജൻഡ് എന്ന് വേണമെങ്കിൽ പറയാം. പുള്ളിക്കാരൻ്റെ കൂടെ കുറച്ച് നേരം ഇന്ററാക്ഷൻ ചെയ്യാൻ പറ്റിയതും ഈ ഒരു ഡക്കാറിലെ ഏറ്റവും നല്ലൊരു മൊമെന്റ് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ തന്നെ കാണാൻ പറ്റും ആൾ എത്ര അധികം സിമ്പിളാണ്. അതുപോലെ തന്നെ ഇന്ത്യയിലേക്ക് ഒരു ദിവസം വരും എന്നൊക്കെയാണ് ആൾ പറഞ്ഞേക്കുന്നത്. സോ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഈ ഒരു ഡക്കാറിലെ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത കുറച്ച് മൊമെന്റ്സ് ആയിരുന്നു. Look at the road, adjust the odometer, roll the roadbook, and the worst, like I told you, the worst is doing the calculation. Sometimes you do a little mistake, not this one. ഡക്കാറിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോഡ് ബുക്ക് അല്ലെങ്കിൽ മാപ്പ് എങ്ങനെ യൂസ് ചെയ്യുന്നത്, അതെങ്ങനെയാണ് നോക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ജെറോഡ് നമ്മളോട് പറഞ്ഞു തന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതും വളരെയധികം ഇൻഫർമേറ്റീവ് ആയിരുന്നു. നമ്മൾ ഇത്രയും കാലം കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് എങ്ങനെയാണ് നോക്കുന്നത്, ഇവിടെ ഇതിൻ്റെ ഓരോ സിമ്പിൾസിൻ്റെ അർത്ഥം എന്താണ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളായിരുന്നു നമ്മൾ പറഞ്ഞത്. എന്നെ സംബന്ധിച്ച് ഇതെല്ലാം ഒരു പുതിയ അറിവും കൂടിയാണ്. ഡക്കാറൊക്കെ ഡ്രീം ചെയ്യുന്ന ആൾക്കാർക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. അപ്പം പലരുടെയും മനസ്സിലുണ്ട് എങ്ങനെയാണ് ഈ ഡക്കാർ റൈഡ് ചെയ്യുക, ഇതെങ്ങനെയാണ് സ്പോൺസർഷിപ്പ് കിട്ടുക, ഇനി നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ റൈഡ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളത്. സോ അങ്ങനെയുള്ള ക്വസ്റ്റനൊക്കെ ഉള്ള ഒരു ആൻസർ ആയിട്ടാണ് ഞാൻ നിൽക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒറിജിനൽ ബൈ മോട്ടീവ് എന്ന് കാണാം. ഇത് അറിയപ്പെട്ടിരുന്നത് വെച്ചാൽ മാലേ മോട്ടോ എന്നാണ്. അതായത് ഒരു ഇൻഡിവിജ്വലിന് ഡക്കാർ ഓടിക്കണമെന്നുണ്ടെങ്കിൽ, അതായത് ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വണ്ടി സർവീസ് ചെയ്യുക. ഇനി ഇവർ ഓരോ സ്ഥലത്തു നിന്ന് ഓരോ സ്ഥലത്തേക്ക് പോകുമ്പോൾ ഇവരുടെ തിങ്സ് ലൈക്ക് ഇപ്പം ടെൻറ്റിലൊക്കെയാണ് കിടക്കുന്നത്, ടെൻറ്റ്, ഡ്രസ്സ്, അങ്ങനത്തെ സാധനങ്ങൾ ക്യാരി ചെയ്യുക. അങ്ങനെ കുറേയധികം ചലഞ്ചസ് ഉണ്ട്. സോ അങ്ങനെ ഇൻഡിവിജ്വലായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് അവർക്ക് വണ്ടിയും അറിയണം, അത് വണ്ടി കൊണ്ടുവരണം, അതുപോലെ തന്നെ ഇത് മൊത്തം കംപ്ലീറ്റ് സർവീസ് നമ്മൾ ഇൻഡിവിജ്വലി ചെയ്യണം. സോ ഇത്തരം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കി ട്രാൻസ്പോർട്ടേഷൻ, അതുപോലെ ഇപ്പോൾ നിങ്ങളിവിടെ കാണുന്ന പോലെയുള്ള വണ്ടികൾ വെക്കാനുള്ള സ്പേസ്, അവർക്ക് കിടക്കാനുള്ള ടെൻറ്റിൻ്റെ സ്ഥലം, ടെൻറ്റ്, അങ്ങനത്തെ ഒരു സംഭവങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റാണ് മാലി മോട്ടോ എന്ന് പറയുന്നത്. ഇപ്പോൾ അത് കറൻ്റ്ലി ദേ ആർ നോൺ ആസ് ഒറിജിനൽ ബൈ മോട്ടീവാണ് ഇവരുടെ മെയിൻ സ്പോൺസേഴ്സ് വരുന്നത്. സോ ഇവർക്ക് എല്ലാവർക്കും ഒരു കിറ്റ് കൊടുക്കും. ആ ഒരു കിറ്റിൻ്റെ അകത്ത് വണ്ടിക്ക് വേണ്ട എല്ലാ ടൂൾസും കാര്യങ്ങളും ഉണ്ടാവും. പിന്നെ അത് ഓൺലി വൺ കണ്ടീഷനേ ഉള്ളൂ, പുറമേ നിന്നൊരു മെക്കാനിക്കിനെ വെച്ച് ചെയ്യാൻ പറ്റത്തില്ല, റൈഡർ തന്നെ ആയിരിക്കണം ഈ വണ്ടിയിലുള്ള എല്ലാ വർക്ക്സും കാര്യങ്ങളും ചെയ്യാനായിട്ട്. സോ അങ്ങനെയുള്ള റൈഡേഴ്സാണ് നിങ്ങളിപ്പോൾ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കുറച്ച് മുന്നേ കണ്ടതെന്ന് വെച്ചാൽ ഓരോ ബ്രാൻഡ് പ്രൊവൈഡ് ചെയ്യുന്ന റൈഡേഴ്സാണ്. സോ ഇപ്പോൾ ഹീറോ ആണെങ്കിൽ ഹീറോൻ്റെ റൈഡേഴ്സാണ് കൂടുതലും ഉണ്ടായിരുന്നത്. അപ്പം അവരുടെ വണ്ടി ഓടിക്കുന്ന ആൾക്കാർ മാത്രമേ ഉള്ളൂ. സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഡിഫറെൻറ്റ് ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള റൈഡേഴ്സും കാര്യങ്ങളും. അവരുടെ ഒരാൾ വണ്ടി നിലത്തൊക്കെ കിടത്തിയിട്ടൊക്കെയാണ് പണിയുന്നത്. സോ ഡിഫറെൻറ്റ് ആയിട്ടുള്ള വണ്ടികളും കാര്യങ്ങളെല്ലാം കാണും, ഡിഫറെൻറ്റുള്ള ഗ്രാഫിക്സ് കാണും. ഈ കാണുന്ന വണ്ടികളെല്ലാം ഇൻഡിവിജ്വൽ റൈഡേഴ്സാണ് എന്നുള്ളതാണ് ഇതിൻ്റെ അകത്തൊരു പ്രത്യേകത. അപ്പം ഒരു ഡക്കാറൊക്കെ സ്വപ്നം കാണുന്ന ഒരു ഇൻഡിവിജ്വലിനെ സംബന്ധിച്ച് ഇതാണ് അവർക്കൊരു അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ. നമ്മുടെ ആശിഷ് അറോറയൊക്കെ ഈ ഒരു രീതിയിലാണ് വണ്ടി ഓടിച്ചത്. ഈവൻ നമ്മുടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഹോണ്ടയിലെ സ്കൈലർ പോലും ഈ ഒരു വഴി കൂടെയാണ് ഹോണ്ടയിലേക്ക് കയറിയത്. അതായത് ഇപ്പോൾ നമ്മളൊരു നോർമൽ റൈഡിലൊക്കെ പറയുന്ന പോലെ ഫുട്ബോളിലൊക്കെ നന്നായിട്ട് ചെറിയ സ്ഥലത്തൊക്കെ കളിച്ച് വലിയ ക്ലബ്ബുകൾ നമ്മൾ വാങ്ങിക്കുന്ന പോലെ ഇതുപോലെ മാലിമോട്ടയിൽ വണ്ടി ഓടിച്ച് അതിൽ നിന്ന് നല്ല രീതിയിൽ വരുന്ന ആൾക്കാരെ ഓരോരോ ബ്രാൻഡുകൾ സ്പോൺസർ ചെയ്ത് അവർ ഡക്കാർ ഓടിക്കാനായിട്ട് ചൂസ് ചെയ്യും. സോ അങ്ങനെയാണ് ഇതിൻ്റെ അകത്തൊരു സിസ്റ്റം വരുന്നത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക,
ഞാനിപ്പോൾ ആദ്യം തൊട്ട് ഇപ്പോൾ കുറേ തവണ പറഞ്ഞു, ബട്ട് എനിക്ക് പറയാതിരിക്കാൻ സാധിക്കുന്നില്ല, ഇതൊരു വേറൊരു ലോകമാണ്. ഈ കാണുന്ന എല്ലാവരും ഇൻഡിവിജ്വലാണ്. ഇപ്പോൾ ഓരോ ബൈക്ക് നോക്കി കഴിഞ്ഞാൽ അവിടെ ഒരു രീതിയിലാണ് ഡിസൈൻ ചെയ്തേക്കുന്നത്. ബട്ട് ഇതിനകത്ത് ഒരു സർട്ടൺ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. ഡക്കാറിന് ഓടിക്കുന്ന ഒരു വണ്ടി ആസ് യു നോ ലൈക്ക് 450cc ആയിരിക്കണം, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ യെസ്, അപ്പോൾ നമ്മുടെ ഹീറോയുടെ റോൾസ് കൂടി ഉണ്ട് നമ്മുടെ കൂടെ. എന്താ പറയുക, മാലിമോട്ടോ. ഇപ്പോൾ ഞാൻ പറയായിരുന്നു, അതായത് എവരി ഇൻഡിവിജ്വലിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു ഡക്കാർ ഡ്രീം കാണുന്ന ഒരാളെ സംബന്ധിച്ച് this is one of the way to enter this Dakar and all. Absolutely. Also, I came to know that Skylar also came in this way. Through this, yeah. കുറേ പേരുണ്ട്. ലോട്ട് ഓഫ് പീപ്പിൾ ഹു ഹാവ് ആക്ച്വലി സ്റ്റാർട്ടഡ് ത്രൂ ദ മാലമോട്ടോ. അപ്പോൾ ഈ മാലമോട്ടോ എന്ന് പറയുമ്പം ഇറ്റ് ഈസ് പണ്ടത്തെ ഒരു ക്ലാസ്, കോൾഡ് ദ മാലമോട്ടോ ക്ലാസ്. ഇപ്പം ഇൻ ദ ഡക്കാർ ഇറ്റ്സ് കോൾഡ് ഒറിജിനൽ ബൈ മോട്ടോൾ, ബിക്കോസ് മോട്ടോൾ ഇസ് ദ പ്രൈമറി സ്പോൺസർ ഓഫ് ദ മാലമോട്ടോ. പക്ഷേ പണ്ടത്തെ പേരുകൾ ഇപ്പോഴും ആൾക്കാർ യൂസ് ചെയ്യുന്ന ഇറ്റ്സ് ഐദർ കോൾഡ് മാലമോട്ടോ ഒറിജിനൽ ബൈ മോട്ടോൾ. ഇറ്റ്സ് വൺ ഓഫ് ദ ടഫസ്റ്റ് ക്ലാസ്സസ് ബിക്കോസ് ഇതിൽ ദ റൈഡർ ബിക്കംസ് ദ മെക്കാനിക് ഓൾസോ. ബാക്കിയുള്ള വലിയ ടീംസ് ലൈക്ക് നമ്മുടെയൊക്കെ ഉള്ളതിൽ റൈഡേഴ്സ് സെപ്പറേറ്റാണ്, അവരെ സപ്പോർട്ട് ചെയ്യാൻ അവരുടെ മെക്കാനിക്സും ഉണ്ട്. സോ ദേ ജസ്റ്റ് നീഡ് ടു റൈഡ് ദ ഹോൾ ഡേ ആൻഡ് come back in the evening and hand over the bikes mechanics, and the mechanics will work on the bikes. Ivade adu pattathilla. This is basically it's for people who can't afford to be part of a team or who don't have the sponsors but who still want to be a part of the Dakar. They want to realize the dream of being a part of the Dakar. So avarku vendi ulla oru program ah ee Malaymoto. So if you are part of the Malaymoto program or Malaymoto class, then you get a few things korchu sanal kittarundu. So basically if you see here ellarkum you get this ingante oru red or a trunk under. It's an 80-liter trunk. Okay. And you get a lot of basic spares. Ingante correct tools you get. All of these tools come in this. Correct spares with the bike, like parts of your suspension, kits, front fairing. Ingante correct parts will come in this. It's a standard set of spares and accessories that come in this kit. And this is available to all the Malaymoto participants. Idallade, they get a space to work in the Malaymoto area of the bivak. Dedicated space for themselves with a bike mat and everything. Malaymoto also transports entire trunk every day from one stage to another, so the riders don't need to worry about how they need to move their spares and their accessories. The Malaymoto, the organizers will take care of it for them. Secondly, ഉള്ളത് ഇവർക്ക് രാത്രി കിടക്കാൻ ഒരു സ്ലീപ്പിംഗ് ബാഗ് കൊടുക്കും. അവർക്ക് what else is there? They get a dedicated space to work here completely every day, like this gentleman here. He's working on his tools right now. There'll be a zone here for them to sleep in the night. And of course, they race during the day, and during the night they come back and they have to work on their bikes through the night, fix their bikes so that they can go racing again next day. Malaymoto also is not really a cheaper option, but it is definitely a more cost-effective option as compared to racing with one of the big teams or on the other way. I think it's approximately around 40,000 euros. 40,000 euros എന്ന് പറയുമ്പം ഒരു 36 lakhs is what is you need to pay to be a part of the Malaymoto class. Does Ashish Arora was a part of this Malaymoto? Yeah, I think Ashish Raurane. I think he also came through this. This one. Yeah. But yeah, there are a lot of people who come through this. I mean, we have a lot of friends from here called Charan Moore and all of them from South Africa. Lots of riders who've been part of this Malaymoto class. And our Skylar House, so there are people who've come from the Malaymoto class, and then because of their really good performance, they've been given positions in big teams. Yes. So that's happened many times in the past. So ഈ ഒരു റൈഡിൽ ഇവരുടെ പെർഫോമൻസ് അതർ വലിയ വലിയ ബിഗ് കമ്പനികൾ നോട്ട് ചെയ്തിട്ടുണ്ടാവും. അവർക്കൊരു നെക്സ്റ്റ് ടൈം ഒരു കമ്പനിയിൽ നിന്ന് ഒരു കോൾ വരാനുള്ള like the same way. Absolutely. It's a big platform for any aspirant rider to perform. അപ്പോൾ അവർക്കൊരു പ്ലാറ്റ്ഫോമായി പെർഫോം ചെയ്യാൻ വേണ്ടി. And everybody is watching, all the riders, all the big teams are watching to see upcoming talent. So whether you come from the Malaymoto class or any other class, people have been all the teams are always on the lookout for good talent from the Dakar. Okay. സോ ആക്ച്വലി എന്താ പറയുക, എല്ലാ റൈഡേഴ്സും ലൈക്ക് ഇപ്പോൾ ഡക്കാർ ഡ്രീം കാണുന്ന എല്ലാവർക്കും ഒരു എനിക്കിതിനെ പറ്റി അറിയില്ലായിരുന്നു. ബട്ട് ഇവിടെ വന്നപ്പോഴാണ് ഞാൻ എൻ്റെ വീഡിയോയിൽ എപ്പോഴും പറയും ഇങ്ങനെ ദിസ് ഈസ് അനദർ വേൾഡ് എന്ന്. അതായത് ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്ന എല്ലാ കാര്യങ്ങളും പുതിയതാണ്. ഇങ്ങനൊരു സിസ്റ്റം ഉള്ളതിനെ പറ്റി അറിയത്തില്ല. ലൈക്ക് ഇൻഡിവിജ്വലി ഓടിക്കാന്ന് കേട്ടിട്ടുണ്ട്, ബട്ട് ഇത് ഇങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നതിനെ പറ്റി ഒന്നും അറിയാൻ പാടില്ലായിരുന്നു. ഇത് പണ്ടത്തെ ഒരു ക്ലാസ് it was called Malaymoto. ഇപ്പോൾ once Motul took over the sponsorship, and now it's known as Originals by Motul. So അവരാണ് ഇതിൻ്റെ primary sponsors, and they are the ones who give them most of the accessories and spares from their side. Okay. അങ്ങനെ. So
ഒരു അടുത്തൊരു അടിപൊളി ഇൻഫർമേഷനാണ് തന്നത്. താങ്ക് യു സോ മച്ച്. അപ്പോൾ ആക്ച്വലി ഇത് ഇങ്ങനെ ഒരു ഗ്രൗണ്ട് പോലെയാണ്. അപ്പോൾ നമ്മളിങ്ങനെ കറങ്ങിയിടുന്ന ഇടയ്ക്ക് ആളെ എന്താ പറയുക മീറ്റ് ചെയ്യും, പുതിയൊരു ഇൻഫർമേഷൻ തരും. ഓഫ് കോഴ്സ്. അപ്പോൾ അടുത്ത സ്ഥലത്ത് വെച്ച് കാണാം. ഓക്കെ, ബൈ ബൈ, സീ യു. സോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറേ അധികം കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടായിരുന്നു. സമയം പോയതറിഞ്ഞില്ല, മിന്നൽ പോലെയാണ് പോയത്. കാരണം ഇത് ഒരു എന്താ പറയുക, ഇന്ന് കിട്ടിയ ഇൻപുട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫിൽ ഒരിക്കലും വിചാരിക്കാത്ത കുറേ കാര്യങ്ങളാണ് കേട്ടോ. ഡക്കാറിനെ പറ്റി കൂടുതൽ അറിയാൻ പറ്റുന്നുണ്ട്. കൂടുതൽ അറിയുന്നവരും കൂടുതൽ ത്രില്ലും എക്സൈറ്റ്മെൻറ്റും കൂടിക്കൊണ്ടിരിക്കുകയാണ്. സോ അപ്പോൾ നമ്മൾ കഴിഞ്ഞ 2 വീഡിയോയിൽ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെയുള്ള റൈഡിങ് ഒന്നും ചെയ്യുന്ന വീഡിയോസ് ഒന്നും ചെയ്തില്ല. അത് മീൻ ആക്ഷൻ വീഡിയോസ് ഒന്നും ചെയ്തില്ല. സോ ഇനി നാളെ തൊട്ട് റേസും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. സോ ഇനി മുതൽ അങ്ങോട്ട് റൈഡ് ചെയ്യുന്ന കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിരിക്കും വരാൻ പോകുന്നത്. സോ ഇതാണ് ആക്ച്വലി ഒരു ഡക്കാർ വേൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടെ ബൈക്സ് ഉണ്ട്, കാർസ് ഉണ്ട്, ട്രക്സ് ഉണ്ട്, അങ്ങനെ എല്ലാം ഉണ്ട്. സോ ഓൾമോസ്റ്റ് എന്താ പറയുക, ഇത് ദിവസം ശരിക്കും പറഞ്ഞാൽ ഫുഡ് പോലും മര്യാദയ്ക്ക് കഴിക്കാൻ പറ്റിയില്ല. ഫുൾ ടൈം ഓടി നടന്ന് വീഡിയോ എടുക്കുമായിരുന്നു. എന്താ പറയുക, അപ്പം നിങ്ങൾക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കുന്നു. എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ഇങ്ങനെ ഡക്കാർ റിലേറ്റഡ് ആയിട്ട് അധികം കണ്ടൻസ് ഒന്നും വന്നിട്ടില്ല എന്ന് തോന്നുന്നു. സോ ഡക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാനും കൂടെ മറക്കണ്ട. അപ്പോൾ ഇനി നെക്സ്റ്റ് ഡേ ഇനി മുതൽ കുറച്ച് ആക്ഷൻ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. സോ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അതുപോലെ തന്നെ ഹീറോയ്ക്കും ഒരു സ്പെഷ്യൽ താങ്ക്സ്. ബിക്കോസ് അവർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി എന്താ പറയുക, വേറെ ലെവലിൽ നിൽക്കുന്ന ആൾക്കാരാണ്. പക്ഷെ നമ്മളോട് ഇൻട്രാക്ട് ചെയ്യുന്നതും ആ സ്നേഹത്തിൽ സംസാരിക്കുന്നതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, വേറെ ലെവലാണ്. സ്പെഷ്യൽ താങ്ക്സ് ടു രോഹിത് ഐസക്. പുള്ളിയൊക്കെ എന്ന് പറഞ്ഞാൽ ഹീറോ സ്പോർട്സിൻ്റെ ഒരു ഹെഡ് ലെവലിലുള്ള ആളാണ്. പിന്നെ അതുപോലെ തന്നെ സ്റ്റീവ്, അവരോടൊക്കെ ഒത്തിരി നന്ദിയുണ്ട്. പിന്നെ എന്താ പറയുക, റൈഡേഴ്സിനെ മീറ്റ് ചെയ്യാൻ പറ്റി, അങ്ങനെ കൂടുതൽ ഡക്കാറിനെ പറ്റി അറിയാൻ പറ്റി. സോ ശരിക്കും പറഞ്ഞാൽ വളരെ ഒരു ഇൻഫോർമേറ്റീവായ ഒരു ഡേ ആയിരുന്നു എന്നെ സംബന്ധിച്ച്. ഇനി നാളെ തൊട്ട് റേസ് സ്റ്റാർട്ട് ചെയ്യും. നമ്മുടെ ഹീറോയ്ക്ക് റോസാണ് നമ്മുടെ വണ്ടി ഓടിക്കുന്നത്. ബാക്കി എല്ലാവരും ആക്ച്വലി എന്താ പറയുക ഡിസ്ക്വാളിഫൈഡ് ആയി. അപ്പം എല്ലാവരും റോസിനെ സപ്പോർട്ട് ചെയ്യുക. അവർ ജയിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യ ജയിക്കുന്നതിന് തുല്യമാണ്. സോ അറ്റ്ലീസ്റ്റ് ഇപ്പം ഹീറോ അത്യാവശ്യം ഒരു ലീഡിങ് പൊസിഷനിൽ തന്നെയാണ്. സോ അതിന് വേണ്ടി തന്നെ എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുക. സോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇതുവരെ വീഡിയോ കാണുകയും സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ സ്റ്റേ ട്യൂൺഡ്.